അങ്ങനെ നമ്മൾ ബാനസുര ഡാമിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് അടുത്തുള്ള ഒരു കുഴിമന്തിക്കട കയറി കുഴിമന്തിയൊക്കെ കഴിക്കാൻ വിശന്ന് പലഞ്ഞു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, നേരെ കഴിക്കുമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഒരു സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടപ്പം ഇറങ്ങി നിന്നു. ഇവാൻ ഉറക്കമായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നേരെ കാരപ്പുഴ ഡാമിലാണ് എത്തിയത്. കാരപ്പുഴ ഡാമിൽ മറ്റേ ബാനസുര ഡാമിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസ് മറ്റേ ഈ എന്താ ഈ ഇതൊക്കെ പോലെ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ പൊങ്ങുന്ന ഈ വണ്ടർലായിലൊക്കെയുള്ള സാധനങ്ങളില്ല, അങ്ങനെ ഒരു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവാനെ ഇസുവിനെയും അസ്റിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് കയറ്റി പെർ ഹെഡ് ഇവിടെ 80 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക്. പിന്നെ കേരളത്തിലെ ലാർജസ്റ്റ് പ്ലെയിൻ ആണല്ലോ ഇവിടെ കാരപ്പുഴ ഡാം. അപ്പോൾ അവിടെ കയറാനായിട്ട് റഫീഖും അജ്മലും അവേണിച്ചയും കൂടെ പോയതാണ്. അപ്പം നമ്മളുടെ ഈ കാരപ്പുഴ ഡാമിൻ്റെ ഇതിൽ നിന്ന് വണ്ടി കയറി അങ്ങേ അറ്റത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് ഇവർ സിപ്ലൈനിൽ കൂടെ ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വിടുന്നത്. അപ്പോൾ ഇവരാദ്യം പുഷ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും വരുന്ന സ്പീഡ്. അപ്പം റഫീഖ് ആദ്യം പുഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. റഫീഖ് അവേണിച്ചയാണ് ആദ്യം കയറുന്നത്. അങ്ങനെ നമ്മൾ അവേണിച്ചയും റഫീഖും ആദ്യം തന്നെ വന്നു. നമ്മൾ ഇവരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് നിൽക്കുന്നു. ഇവരവിടെ ചെന്നിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വരും. പിന്നെ അവേണിച്ചയ്ക്ക് ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവേണിച്ചയുടെ അത് അവർ പുഷ് ചെയ്തതിൻ്റെ എന്തോ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നൊക്കെ അവേണിച്ചയ്ക്ക് പേടിയായിരുന്നു. പിന്നെ റഫീഖ് ഭയങ്കരമായിട്ട് അവരുടെ ഇങ്ങനെ പുറകിൽ തള്ളി വിടുന്നതിനനുസരിച്ചാണ് ഇത് പിന്നെ വെയിറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കും, എന്താ അറിയില്ല. പക്ഷേ ഒരു സ്ലോ ആയിട്ടാണ് വന്നത്. എന്നാലും വന്നെത്തിയപ്പോൾ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും നേരം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവേണിച്ച് വന്നു. ഇവാനും ഇസുവും ഭയങ്കര ത്രില്ലിലേക്ക് വാപ്പ് വന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അവിടുത്തെ